ഉസ്താദ് ഭഗത് സിംഗ്. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പഴയ വീഞ്ഞ് വളരെ പഴകിയ കുപ്പിയിൽ എന്നാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമയെ പറ്റി തോന്നിയത്. ഞാൻ പവർ സ്റ്റാർ പവൻ കല്യാണെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോയത്. അത്യാവശ്യം കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് പോലും ഇതൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ കുറച്ച് സീനുകളൊക്കെ എൻജോയ് ചെയ്തു. കുറെ വിൻറ്റേജ് സീക്വൻസസ് ഉണ്ട്, കുറച്ച് ഫൺ സീക്വൻസസ് ഉണ്ട്, കുറച്ച് റൊമാൻറ്റിക് സീക്വൻസസ് ഉണ്ട്. അതേപോലെ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്തു. പക്ഷെ അതല്ലാണ്ട് വളരെ മോശമായ ഒരു അഭിപ്രായമാണ് എനിക്കും ഈ പടത്തിനെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പവർ സ്റ്റാർ പവൻ കല്യാൺ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സിനിമയ്ക്ക് പോയി തലവെക്കുക, സ്വന്തം റിസ്കിൽ പോയി കാണുക. ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലാത്തവർ ഈ പടത്തിനെ അവോയ്ഡ് ചെയ്യാൻ ഞാൻ തന്നെ പറയുള്ളൂ. ബിക്കോസ് ഇതൊരു പ്യുവർ സ്റ്റാർ സ്റ്റഡഡ് വെഹിക്കിൾ ആണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ആ ആക്ടറുടെ സ്ക്രീൻ പ്രസൻസ്, പെർഫോമൻസ്, എനർജി, മാനറിസം, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ സിനിമ കുറച്ച് എൻജോയ് ചെയ്യാനുണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതേപോലെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇന്റർവെൽ പോർഷൻ ഉണ്ട്, അത്യാവശ്യം കൊള്ളായിരുന്നു. ഒരു പ്രതീക്ഷിക്കാത്ത സംഭവം കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അതുവരെ നല്ല രീതിയിൽ ബോറടിച്ചാണ് കണ്ടുകൊണ്ടത്. അതേപോലെ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ കുറേ അനാവശ്യ ഫില്ലർ സീൻസും പിന്നെ അതേപോലെ രാജ്യസ്നേഹ കുറേ ഡയലോഗുകളും വിമൻ എംപവർമെൻറ്റ് ഡയലോഗുകളും ഇങ്ങനെ കുറേ വേണ്ടാത്ത സാധനങ്ങളുണ്ട്. അതിനുശേഷമാണ് ശ്രീലീലയുടെ വരവ്. ഇപ്പോൾ പടം വീണ്ടും എൻഗേജിങ് ആണ്. കുറച്ച് രസകരമായ കുറേ നിമിഷങ്ങളാണ് ആ ഒരു പോർഷൻസിൽ കാണിക്കുന്നത്. ശ്രീലീല പോലെ എന്ത് രസമായിരുന്നു, ഭയങ്കര മെച്യൂറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് പരാശക്തി എന്ന സിനിമ ഇറങ്ങിയായിരുന്നു, അതിനകത്ത് പോലെ എനിക്ക് ശ്രീലീലനൊട്ടും കണക്ട് ആവാത്തതായിരുന്നു. അഭിനയം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുട്ടിക്കളി കാണിക്കേണ്ട സ്ഥലത്ത് അത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ മെച്യൂർ ആവേണ്ടടുത്ത് വളരെ മെച്യൂറായിട്ട് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ ശ്രീലീലനെ കാണാൻ നല്ല രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു, നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അതേപോലത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ വളരെ പ്രിട്ടിയായ കോസ്റ്റ്യൂംസ് ആണ് ഇട്ടിരിക്കുന്നത്. സോ ശ്രീലീല ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്, പോസിറ്റീവ് ഫാക്ടറാണ്. പിന്നെ ഈ പടം അതിനുശേഷം പിന്നെ ഈ പടം ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ഇന്റർവൽ ട്വിസ്റ്റ് ഉണ്ട്. അവിടെയും പടം വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ എന്നാൽ പോലും ഈ പടം ഒരു വളരെ മോശം മേക്കിംഗ് ആണ്, വളരെ പഴകിയ മേക്കിംഗ് ആയതുകൊണ്ട് പടത്തിന് ഒന്നും എടുത്തു പറയാനുള്ളൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഇത്രയ്ക്കേ ഉള്ളൂ ഈ സിനിമേനെ പറ്റി. അതേപോലെ എസ്തമന്റെ മ്യൂസിക്കും നന്നായിരുന്നു, നമുക്ക് കുറച്ച് എനർജിയൊക്കെ ഫീൽ ഉണ്ടായി. പിന്നെ ദേവിസി പ്രസാദാണ് ഇതിന്റെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. പാട്ടുകൾ പോരായിരുന്നു, പക്ഷെ ആ പാട്ടുകളുടെ വിഷ്വൽസ് കൊള്ളായിരുന്നു. അതേപോലെ ഹാരിസ് ശങ്കർ ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത്. അങ്ങേറെ തൊട്ട് മുന്നത്തെ പടമായിരുന്നു മിസ്റ്റർ ബച്ചൻ, അങ്ങനെ എന്തോ ഒരു പടം, രവിതേജയുടെ സിനിമയായിരുന്നു. അതിനേക്കാളൊക്കെ ഒക്കെ അത്യാവശ്യം വളരെ ഭേദമുള്ള സിനിമയെന്ന് തന്നെ ഇത് പടത്തിന് പറയും. ആ ഒരു സിനിമ ഹാരിസ് ശങ്കർ നമ്മുടെ അജിത് ദേവഗനെ റേഡ് എടുത്ത് തെലുങ്കിലിട്ട് നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ഭേദമാണെന്ന് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാൻ തോന്നുന്നത്. അത് ബസ്റ്റനും കണ്ട ആൾക്കാർക്ക് അറിയാം ഈ ഒരു സിനിമ അതിലും എത്രയോ ഭേദമാണ്. എന്നാൽ പോലും എനിക്ക് ഹാരിസ് ശങ്കർ എന്ന ഡയറക്ടറോട് പറയാനുള്ളത്, ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരൂ. 2007 2015 സിനിമകളും 12 സിനിമകളായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരല്ലേ. അതേ കൈൻഡ് ഓഫ് ഇത്രയും പഴകിയ മേക്കിംഗ് എങ്ങനെ സാധിക്കുന്ന ചിന്തിക്കണം. ഈ സമയത്ത് വന്ന് ഇങ്ങനത്തെ മേക്കിംഗ് ചെയ്യാൻ എഡിറ്ററിനെയും സമ്മതിക്കണം. അടിപൊളി നല്ല അസല് ടെക്നിക്കൽ ക്രൂവിനെ കൊണ്ടുവച്ചിരിക്കണത്. ഇത്രയും കച്ചറ ടെക്നിക്കൽ ക്രൂ. ഹാരിസ് ശങ്കറിന്റെ ഒപ്പം തന്നെ ഇവന്മാര് എല്ലാം പഴഞ്ചന. അതേപോലെ ലേറ്റസ്റ്റ് നല്ല ക്വാളിറ്റി സിനിമകൾ കാണാം, നല്ല ക്വാളിറ്റി മാസ് സിനിമകൾ പോലെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ എന്തോ ഒരു ക്വാളിറ്റി മാസ് സിനിമകളാണ്. അത് കണ്ടിട്ട് പടം ഉണ്ടാക്കുക. ഇത് ചുമ്മാ പൊട്ട മേക്കിങ്ങും പൊട്ട സ്ക്രിപ്റ്റും. ഞാൻ തന്നെ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നില്ല ആർക്കും, സ്വന്തം റിസ്കിൽ തന്നെ കാണാനേ പറയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പവൻ കല്യാണിന്റെ ഫാൻ ആണെങ്കിൽ പോയി കാണുക, കത്തിപ്പടങ്ങളുടെ ഫാൻ ആണെങ്കിൽ ചുമ്മാ പോയി കാണുക. ബിക്കോസ് ഈ സിനിമയിൽ ഭയങ്കര ഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് എനിക്ക് പോലും. ബിക്കോസ് നല്ല രീതിയിൽ ബോറടിക്കാനുണ്ട്, ഒരു പുതുമയായിട്ട് ഒന്നുമില്ല, വളരെ ഊള മേക്കിങ്ങും. സോ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. താല്പര്യമുള്ളവർ കാണുക, കണ്ടിട്ട് എന്താണ് അഭിപ്രായം വെച്ച് പറയുക. For more reviews, please like, share, and subscribe. Abhi Reviews.